നമസ്കാരം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്നത് 100% സത്യസന്ധമായി മാറിയിരിക്കുകയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റോടെ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം വൻതോതിലുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാളിനെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിരീക്ഷണങ്ങളും അതേപോലെ ശക്തമായ എതിർപ്പും. അത് NDAയിലെ കക്ഷികളടക്കം BJPക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത് നാളെ ആർക്കുമെതിരെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ ജനവികാരമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവസാനം ഘട്ടത്തിയപ്പോഴേക്കും കലമുടച്ചു എന്ന് പറയുന്ന പോലെ BJP ഗവൺമെൻറ് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും അലട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തിരിഞ്ഞു കുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരാവശ്യവുമില്ലാത്തൊരു കാര്യത്തിനാണ് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള അറസ്റ്റിന് മുതിർന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJP അടക്കമുള്ള കക്ഷികൾ വലിയ തോതിൽ തിരിച്ചടി നേരിടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പെട്ടെന്ന് ധൃതി പിടിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതിയിൽ SBI സമർപ്പിച്ച രേഖകളിൽ BJP 2471 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നതോട് കൂടിയിട്ടാണ് അതിലെ ജനവികാരം തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് ഇന്ത്യയിലെ ഭരണഘടനാ വിദഗ്ധരായ ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. എന്നാൽ ഇതിലെ ഏറ്റവും ഭീകരമായ ഒരു തിരിച്ചടി BJP കിട്ടിയിരിക്കുന്നത് 34.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അതായത് ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആൾ അറസ്റ്റിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലായിരുന്നു. ഈ സന്ദർഭത്തിൽ 34.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ അരവിന്ദോ ഫാർമയിൽ നിന്നും ബോണ്ടായി കൊടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ആം ആദ്മിയുടെ നേതാവ് അനീഷി പുറത്തുവിട്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPയെ വല്ലാത്ത തിരിച്ചടിയാണ് കൊടുത്തത്. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു തിരിച്ചടി കൊടുങ്കാറ്റായി വളർന്നിരിക്കുന്നു. ആരെയും എവിടെയും എൻഫോഴ്സ്മെൻറ്റ് കേസിൽ പെടുത്താം, അറസ്റ്റ് ചെയ്യാം, ജയിലിൽ അടയ്ക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി BJPക്ക് തിരിച്ചടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇത് വലിയ ഭയവിഹ്വലത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. NDA കക്ഷികളടക്കം നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബീഹാറിലാകട്ടെ, UPയിലാകട്ടെ, ഹിമാചൽ പ്രദേശിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, മധ്യപ്രദേശിലാകട്ടെ, ഗുജറാത്തിൽ പോലും ഇതിന് വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ആം ആദ്മി പാർട്ടി ശക്തമായ രൂപത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തടയാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി വന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ കാരണമായ മൊഴി നൽകിയ മാപ്പുസാക്ഷി ആയി മാറിയിട്ടുള്ള ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ്. ആ മൊഴി കൊടുത്തത് തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്ത ശേഷമാണ്. അതിനുശേഷം അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കി. അതായത് പണം കൊടുത്ത് അദ്ദേഹത്തെ മാറ്റിയ ശേഷം അദ്ദേഹത്തെ കൊണ്ട് കള്ളസാക്ഷി പറഞ്ഞിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു വകുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു വകുപ്പിൻ്റെയും ചാർജ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും വകുപ്പ് പ്രത്യേകമായി ഭരിക്കുന്നുമുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ എല്ലാത്തിനെയും ക്രോഡീകരിച്ച് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യപ്രതിയാക്കി മാറ്റിയത്, യഥാർത്ഥ ഗൂഢാലോചനക്കാരൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത് കള്ളക്കേസാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി തെളിയുന്നത്. ഈ വിധത്തിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വലിയ തോതിൽ BJPക്ക് അനുകൂലമായ ഒരു വികാരമാണ് ഉണ്ടായിരുന്നത്. അയോധ്യ പ്രശ്നത്തിന് ശേഷം രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച് വലിയ തോതിലുള്ള ജനപിന്തുണ കിട്ടിയിരുന്ന നരേന്ദ്രമോദിക്ക് ഒറ്റയടിക്കാണ് ജനപിന്തുണ ഇല്ലാതായത്. ഇപ്പോൾ കേരളത്തിൽ ഒരു സർവേ നടന്നപ്പോൾ വെറും 14% ആളുകളാണ് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അതായത് നേരത്തെ 48% വരെ കേരളത്തിൽ നരേന്ദ്രമോദിക്ക് സപ്പോർട്ടായിരുന്നു. ഇതേപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇതേപോലുള്ള റിപ്പോർട്ടുകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്.
ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും കൂടിയിട്ടാണ് ഇലക്ഷൻ നേരിടുന്നത്. ഇന്ന് രണ്ടുപേരും കൂടി ചേർന്നാൽ പോലും അവിടെ BJP വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. ലോക്സഭയിലേക്ക് 7 സീറ്റുകളല്ല ഡൽഹിയിൽ. എന്നാൽ കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ 7 സീറ്റുകളും തൂത്തുവാരുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതേപോലെ ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും എല്ലാം തന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയായി വന്ന സന്ദർഭത്തിലാണ് ഇന്ന് അടിയന്തരമായി നരേന്ദ്രമോദി മീറ്റിംഗ് വിളിക്കുകയും അമിത്ഷായും നദ്ദയും അടക്കമുള്ള ആളുകൾ ആ മീറ്റിങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കെജ്രിവാളാകട്ടെ മുഖ്യമന്ത്രിയായി താൻ ജയിലിൽ വെച്ച് ഭരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ജലസേചന വകുപ്പിലെ ഒരു ഉത്തരവ് തന്നെ അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ അദ്ദേഹം ജയിലിൽ മുഖ്യമന്ത്രിയായി തന്നെ തുടരാമെന്നുള്ള കൃത്യമായുള്ള നിയമപരമായ അറിവും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ കെജ്രിവാൾ ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പുറത്തുള്ള കെജ്രിവാളിനെക്കാട്ടും 1000 മടങ്ങ് ശക്തവാനാണ് ജയിലിൽ കിടക്കുന്ന കെജ്രിവാൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ പ്രതിഷേധ കൊടുങ്കാറ്റ് വളർത്തിയെടുത്ത് ഇലക്ഷൻ വരെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് അവരുടെ അക്കൗണ്ടുകളെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് ആദായ നികുതി വകുപ്പ് സ്റ്റേ ചെയ്തു വെച്ചത്, അതായത് മരവിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവർക്കും വലിയ പ്രതിഷേധമാണുള്ളത്. ഒരു ഭരണം നടക്കുമ്പോൾ, ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് മോദി പ്രവർത്തിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വരെ ഒറ്റക്കെട്ടായി നിൽക്കാതിരുന്ന മുന്നണി ഇന്നിപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇലക്ഷനെ നേരിടാനുള്ള എല്ലാ ഒത്തൊരുമയും വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ ഇന്ത്യ മുന്നണിയോടൊപ്പം പങ്കുചേർന്നിരുന്നില്ല. എന്നാൽ ഇന്ത്യ മുന്നണിയോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് മമതാ ബാനർജിയുടെ തൃണമൂലം എത്തിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി കൃത്യമായി രൂപീകരണം നടക്കാത്തത്. അവിടെയും ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരണത്തിനുള്ള വളരെ തിരക്കപ്പെട്ട ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം കോൺഗ്രസും ചേർന്നുള്ള ഒരു മുന്നണി വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും BJPക്ക് വലിയ തിരിച്ചടിയായി മാറും. ബംഗാളിൽ 42 സീറ്റിൽ 42 സീറ്റും ചിലപ്പോൾ അവർ വിജയിച്ചെന്ന് വരും. തെക്കേ ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ആം ആദ്മി പാർട്ടി ഒറ്റക്കെട്ടായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ തല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പരാതിക്ക് അടിസ്ഥാനം കോൺഗ്രസ്സുകാരൻ്റെ ഒരു പരാതിയാണ്. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും കാലം വെച്ചിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിൽ പിണറായി വിജയനെ കൊല്ലങ്ങളായി 3 വർഷത്തോളം 4 വർഷമായി സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അതേപോലെ മാസപ്പടി വിവാദം വന്നിട്ട് പോലും തൊടാൻ പോലും തയ്യാറാവാത്ത സ്ഥലത്താണ് കെജ്രിവാളിനെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യം അർദ്ധരാത്രി ഇല്ലാതാക്കി കൊന്നു എന്നാണ് ആം ആദ്മിയും ഇന്ത്യ മുന്നണിയും പറയുന്നത്. എന്തായാലും ഇത് വലിയ തോതിലുള്ള തിരിച്ചടി BJP ഇരന്നു വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം കരുതാൻ. നമുക്കറിയാം, അടിയന്തരാവസ്ഥ സമയത്ത് ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ജനസംഘം, ഇന്നത്തെ RSS. ആ RSS അന്ന് വാങ്ങിയ തിരിച്ചടികൾ അവർ അടിയന്തരാവസ്ഥയെ അത്രയും ഭീകരമാണെന്നാണ് വിശേഷിച്ചുള്ളത്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ രൂപത്തിലാണ് നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തി ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിളിച്ചു പറയുമ്പോൾ RSSന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. BJP ഇത്രയധികം തിരിച്ചടി കിട്ടിയ ഒരു സംഭവം ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഈ കേസിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കെജ്രിവാൾ ഈ കേസിൽ യാതൊരു കക്ഷിയുമാകുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞാൽ വരാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിനെ എന്തിന് അറസ്റ്റ് ചെയ്തു, എന്തിന് ജയിലിൽ അടച്ചു എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം BJP ഉത്തരം പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് BJPയുടെ സാധ്യതകളെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അറസ്റ്റ് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ളതാണ് BJP പ്രവർത്തകർ പോലും ചോദിക്കുന്നത്. നന്ദി, നമസ്കാരം.